യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നൂറ്റാണ്ടിലധികമായി ഈ പ്രദേശത്ത് വേർപെട്ട ദൈവജനം എന്നുള്ള നിലയിൽ സാക്ഷ്യത്തോടെ ജീവിപ്പാനും സുവിശേഷത്തിൻ്റെ സന്ദേശം ഈ ദേശത്തോട് അറിയിപ്പാനും ദൈവം സഭയെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിതാക്കന്മാർ പലരും കർത്താവിസന്നിധിയിൽ വിശ്രമിക്കുന്നു. ദൈവം സഭയെ അനുഗ്രഹത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ ഇങ്ങനെ അതിനോടനുബന്ധിച്ചുള്ള ക്ലാസ് ആരംഭിക്കാനിടയായല്ലോ. എല്ലാവരായിരിക്കും ഇങ്ങനെ ഇതിൽ സംബന്ധിപ്പാനും ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാനും ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യും. നമ്മുടെ ഇന്നത്തെ ഇടയചിന്തയ്ക്കായി എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം അതിന് 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തയ്ക്കായിട്ട് എടുക്കാം. എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം അതിന് 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്കുള്ള പരിചിതങ്ങളായ വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിലൂടെ സഞ്ചരിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്നാണ് കർത്താവിനെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ഈ വർഷത്തെ കൺവെൻഷന് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ദൈവജനം ഈ ദിവസങ്ങളിൽ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായും ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥന ഇനി ഇന്നും നാളെയും ഒക്കെ വളരെയധികം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദേശത്തോട് ദൈവം സംസാരിക്കേണ്ടതിന്, നമ്മോട് ദൈവം സംസാരിക്കേണ്ടതിന്, ചില പാപികൾ രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നതിന്, ദൈവജനം ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കേണ്ടതിന്, ചില കർത്താവിനോട് വേണ്ടത്ര സ്നേഹം പുലർത്താതെ ഉത്തരവാദിത്തങ്ങളിൽ ശരിയായ ബോധ്യമില്ലാതെ മുന്നോട്ട് പോകുന്ന ചില ജീവിതങ്ങൾ വാസ്തവമായും മാനസാന്തരത്തിലേക്ക് വരുവാനൊക്കെ ഈ കൺവെൻഷൻ മുഖാന്തരമായി തീരേണ്ടതിന് പ്രത്യേകമായി എല്ലാവരും തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം, എബ്രായ ലേഖനത്തിൽ ഓരോ അധ്യായങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് നിഴലിട്ട് നിൽക്കുന്നത്. വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളും കർത്താവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞിരിക്കുന്നത് പോലെ വേറെ മറ്റേതെങ്കിലും പുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠൻ. 2-ാം അധ്യായത്തിലും ആ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ള ആശയം തുടരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. കേട്ടത് എന്ന് പറയുന്നത് ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും ഉൾക്കൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ പുത്രന്റെ മഹത്വമാണ് 1-ാം അധ്യായത്തിൽ എല്ലാ വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ആ മഹത്വവാനായ കർത്താവിൻ്റെ ആ വചനം, ആ കർത്താവിനെ കുറിച്ച് കേട്ടത് നിങ്ങൾ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മഹത്വം നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായി നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ കൃത്യതയോടെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നത് നിശ്ചയമായ കാര്യമാണ്. തുടർന്ന് താൻ പറയുന്നത് ഇത്ര വലിയ രക്ഷ എന്നുള്ള ഒരു വിഷയമാണ്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പോൾ ദൈവം നമുക്ക് തന്ന ഈ രക്ഷ അതിൽ ദൈവിക തൃത്വത്തിൻ്റെ ഒരു
ഒരു വലിയ പങ്കുണ്ടായിരുന്നു കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്, ഈ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിവരും. ഇവിടെ ശരിക്കും നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് വെച്ച് ചിന്തിക്കുമ്പോൾ ഇത്ര വലിയ രക്ഷ എന്ന പദം കൊണ്ട് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് 1-ാം വാക്യത്തിൽ പറയുന്ന ആ കേട്ടത് എന്നുള്ളതാണ്, അഥവാ പുത്രൻ അരുളി ചെയ്ത വചനം എന്നുള്ളതാണ്. ഈ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൂതന്മാർ മുഖാന്തരം, 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും, ഇവിടെ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം എന്ന് നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്ത വചനം നമ്മൾ കാണുന്നു. അപ്പം യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ദൂതന്മാർ ഈ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനമെന്ന് 1-ാം അധ്യായത്തിൽ പറയുന്നു. 2-ാം അധ്യായത്തിൽ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനമെന്ന് പറയുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുത്രൻ മുഖാന്തരം അരുളി ചെയ്ത വചനം എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പുത്രൻ മുഖാന്തരം അരുളി ചെയ്ത വചനം. അപ്പം അതാണ് പുതിയ നിയമ തിരുവെഴുത്ത് എന്ന് പറയുന്നത്. 1-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. പുതിയ നിയമ തിരുവെഴുത്താണ് പുത്രൻ മുഖാന്തരം അരുളി ചെയ്ത വചനം എന്ന് പറയും. അപ്പൊ ഇത്ര വലിയ രക്ഷ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും ഈ വലിയ തിരുവെഴുത്തിനെ കുറിച്ചാണ്, പുത്രൻ അരുളി ചെയ്ത വചനത്തെ കുറിച്ചാണ് അത് പറയുന്നത്. ഈ ഇവിടുത്തെ ഭാഗം അനുസരിച്ച് അതാണ് പ്രധാനമായും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെ വേറെ ആശയം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പുത്രൻ വിഭാവനം ചെയ്ത ആത്മരക്ഷ, ഈ ആത്മരക്ഷയിലും കർത്താവ് പറഞ്ഞു തുടങ്ങിയത് ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും പ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിൽ നൽകിക്കൊണ്ടും സാക്ഷ്യത്തിലും ഇതൊക്കെ നമുക്ക് ആത്മരക്ഷയുടെ ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പം ആത്മരക്ഷ സാധിപ്പിക്കുവാനായിട്ടാണ് പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്നുള്ളത് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇത്ര വലിയ രക്ഷ എന്ന് പറയുമ്പോൾ ദൈവ മനുഷ്യനൊരുക്കിയിരിക്കുന്ന ആത്മരക്ഷ എന്നുള്ള ഒരു ആശയത്തിലാണ്. ആ ആത്മരക്ഷ നമ്മൾ കരസ്ഥമാക്കിയതോടുകൂടി നമുക്ക് ലഭിച്ച ചില പദവികൾ അഥവാ നന്മകളാണ് ഈ 5-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ നമ്മൾ കാണുന്നത്. കുറഞ്ഞപക്ഷം 7 നന്മകളെങ്കിലും അവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഇത്ര വലിയ രക്ഷ നമുക്ക് ലഭിച്ചതോടുകൂടി നമുക്ക് ലഭിച്ച പദവികൾ എന്നുള്ള നിലയിൽ നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇത്ര വലിയ രക്ഷ നമുക്ക് ലഭ്യമായതോടുകൂടി നമുക്ക് ലഭിച്ച പദവികൾ. ഒന്നാമത്തെ പദവി എന്നുള്ള നിലയിൽ അതിന്റെ 5-ാം വാക്യം വായിക്കുന്നു. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ഇവിടെ ഒന്നാമത്തെ ആശയത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമുക്കൊരു ഭാവി ലോകം ഉറപ്പാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ഭാവി ലോകം ഉറപ്പാക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പറയുന്ന ഈ ഭാവി ലോകം എന്ന് പറയുന്നത് നമ്മൾക്ക് കർത്താവ് ഒരുക്കുന്ന നിത്യമായ ആ വാസസ്ഥലം, അവനോട് ഒരുമിച്ചുള്ള വാഴ്ച, അതല്ല. ഇവിടെ പറയുന്ന ഭാവി ലോകം എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ച എന്നുള്ള ഒരാശയമാണ്. 1000 ആണ്ട് വാഴ്ച എന്നുള്ള ഒരാശയമാണ്. അപ്പം നമുക്കൊരു ഭാവി ലോകമുണ്ട് എന്ന് ഉറപ്പാക്കപ്പെട്ടു എന്ന് ഇവിടെ നാം ഇവിടെ കാണുകയാണ്. നമുക്കറിയാം, നമുക്കൊരു സ്വർഗമുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അവിടെ നമ്മൾ നിത്യകാലം കർത്താവിനോട് ഒരുമിച്ച് വസിക്കും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം നമുക്കറിയാം. കൂടാരമായ ഭൗമഭവനം കഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ഒരു കെട്ടിടം നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. നമുക്കറിയാം, അവിടെ ആ കെട്ടിടം എന്ന് പറയുന്നത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനത്തെ കുറിച്ചല്ല, മറിച്ച് നമുക്ക് ലഭിക്കുന്ന പുത്തൻ ശരീരത്തെ കുറിച്ചാണ്. ഇത് കൂടാരമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് കൂടാരമാണ്. ഇതിനെ നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ കരുതിയാലും ഇത് കൂടാരം തന്നെയാണ്. എന്നാൽ ഈ കൂടാരം മാറിയിട്ട് ഒരു കെട്ടിടം നമുക്കുണ്ട്, അഥവാ മനോഹരമായ തേജസ്കരിക്കപ്പെട്ട ഒരു പുത്തൻ ശരീരം നമുക്കുണ്ട് എന്നുള്ള അതിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാവി ലോകം എന്ന് പറയുന്നത് അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്, അത് നമ്മുടെ കർത്താവിനാണ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് യെരൂശലേം തലസ്ഥാനമായി
എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം അവിടെ ദൈവശില്പിയായി നിർമ്മിച്ചതും അബ്രഹാമിനെ കുറിച്ചാണ് വായിക്കുന്നത്. അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു മനോഹരമായ ഭാവി ലോകമുണ്ട് എന്ന് ഇവിടെ ഉറപ്പാക്കപ്പെടുകയാണ്. അപ്പൊ ഇത്ര വലിയ രക്ഷ നാം കരസ്ഥമാക്കിയതോടുകൂടി നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പദവി നമുക്കൊരു ഭാവി ലോകം ഉറപ്പാക്കപ്പെട്ടു എന്നുള്ളതാണ്. നാം രക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ, പാപത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ പദവി എന്ന് പറയുന്നത്, നമുക്ക് നഷ്ടപ്പെട്ട ശ്രേഷ്ഠ പദവികൾ പുത്രനിലൂടെ തിരികെ ലഭിച്ചു എന്നുള്ളതാണ്. നമുക്ക് നഷ്ടപ്പെട്ട ശ്രേഷ്ഠ പദവികൾ പുത്രനിലൂടെ നമുക്ക് തിരികെ ലഭിച്ചു എന്നുള്ളതാണ്. നമുക്ക് നഷ്ടപ്പെട്ട ശ്രേഷ്ഠ പദവികൾ പുത്രനിലൂടെ നമുക്ക് തിരികെ ലഭിച്ചു എന്നുള്ളതാണ്. അതിലെ 6 മുതലുള്ള വാക്യങ്ങൾ, മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഈ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ കർത്താവിനെ കുറിച്ച് പറയുന്നു എന്നുള്ള നിലയിൽ നമുക്ക് തോന്നാവുന്നതാണ്. നീ അവരെ മറ്റേ ഓർക്കേണ്ടതിനോടെന്ത്, മനുഷ്യരുടെ കർത്താവ് നമ്മോട് ചെയ്തൊരു കാര്യം എന്നുള്ളതിനെ നമ്മൾ പല ഭാഗത്ത് കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഭാഗ്യ പദവികൾ മനുഷ്യനെ തിരികെ ലഭിക്കുന്ന അതിശ്രേഷ്ഠമായ കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മനുഷ്യനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം, മനുഷ്യനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം എന്ന് ഇത് നമുക്കറിയാം. 8-ാം സങ്കീർത്തനം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളുടെ ഉച്ചാരണയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 8-ാം സങ്കീർത്തനം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളുടെ ഉദ്ധരണിയാണ് അവിടെ മനുഷ്യനെ സന്ദർശിക്കേണ്ടത് എന്നുള്ളത് 8-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് മർത്യനെ സന്ദർശിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് കർത്താവിനെ കുറിച്ചല്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രബലമായ തെളിവ് എന്ന് പറയുന്നത് സകലവും അവനെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു എന്ന് നമ്മൾ 8-ാം വാക്യത്തിൽ വായിച്ചു. എന്നിട്ട് താഴേക്ക് വായിക്കുന്നത് സകലവും അവനെ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. ഇത് പുത്രനാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ താഴേക്ക് ഒരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സകലവും അവനെ കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഇത് നമുക്കറിയാം. നമ്മുടെ കർത്താവാണെങ്കിൽ കർത്താവിന് സകലവും കീഴ്പ്പെട്ടതാണ്. 28-ാം അധ്യായത്തിൽ അതിനോട് ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ കർത്താവ് സർവാധികാരിയാണ്. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സർവാധികാരിയാണ്. എന്നാൽ ഇവിടെ വായിക്കുന്നത് സകലവും അവന് കീഴ്പ്പെട്ടതായി ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ രഹസ്യം എന്ന് പറയുന്നത് നാം ഏതിലേക്ക് തിരിയുമ്പോഴാണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം പരിചിതമായ വാക്യങ്ങൾ തന്നെയാണ്. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വതങ്ങളിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇടജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. നോക്കണം, എല്ലാറ്റിന്റെയും അധിപതിയാക്കി ദൈവം മനുഷ്യനോട് വെച്ചു. അവന്റെ തലയിൽ എല്ലാറ്റിന്റെയും അധിപതി എന്നുള്ള നിലയിൽ ഒരളവിലൊരു കിരീടം കൊടുത്ത് അവനെ ഏദൻ തോട്ടത്തിൽ ആക്കുകയാണ്. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വതജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും മാത്രമല്ല ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇടജാതികളുടെ മേലും വാഴട്ടെ, അധികാരമുള്ളവനായി തീരട്ടെ എന്ന്
നിങ്ങൾ സന്താനമുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വതത്തിന്മേലും സകല ഭൂജലത്തിന്മേലും വാഴുകയും എന്ന് കൽപ്പിച്ചു. നോക്കണം, ദൈവം അവനെ എല്ലാറ്റിന്റെയും അധിപതിയാക്കി എന്ന് നമ്മൾ കാണുക. ഇതിലേതാണ് ഉള്ളത്? ഭൂമിയിലുള്ള സകലത്തിന്റെ മേലും ദൈവം മനുഷ്യനെ അധികാരിയാക്കിയാണ് ഏദൻ തോട്ടത്തിൽ ആക്കിയത്. എന്നാൽ നാം അറിയുന്ന പോലെ മനുഷ്യൻ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് പാപം ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? ആ അധികാര പദവികൾ അവന് നഷ്ടമാവുകയാണ്. അവന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുള്ള ഈ വകയുടെ മേലുള്ള അധികാരം അവന് നഷ്ടപ്പെടുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നത് ഈ നഷ്ടപ്പെട്ടു പോയ അധികാര പദവികൾ ഒരളവിൽ അവന് അതിന് ഭാഗിക നിവൃത്തി തന്റെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 7-ാം വാക്യം നമുക്ക് നോക്കാം. 7-ാം വാക്യം, നീ അവനെ ദൂതന്മാരെക്കാൾ ഇപ്പം മാത്രം കാട്ടി തേജസ്സും ബഹുമാനവും അവനെ എണീച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെ കാഴ്ചയിലാക്കിയിരിക്കുന്നു. നീ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ആ വസ്തുതയാണ് ഇവിടെ പറയുന്നത്. തേജസ്സും ബഹുമാനവും അവൻ എണീച്ചിരുന്നു. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ദൈവ തേജസ്സിനാൽ ദൈവത്തിൽ ബഹുമാനത്താൽ നിറഞ്ഞിരുന്നവനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായി കഴിയും. അതുകൊണ്ടാണ് റോമർ 3:23 എന്താ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായിരുന്നു. മനുഷ്യൻ ദൈവ തേജസ്സിനാൽ അണിയപ്പെട്ടവരായിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്ത മാത്രയിൽ അവനുണ്ടായിരുന്ന ദൈവ തേജസ് അവന് നഷ്ടപ്പെട്ട് അവൻ പാപിയായി തീർന്നു എന്ന് കാണാനായിട്ട് കഴിയും. എന്നാൽ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സിന്റെ അതിന്റെ ഭാഗിക നിവൃത്തി അവരുടെ ജീവിതത്തിൽ നടക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ തേജസ് നമുക്ക് ലഭിച്ചു. സത്യദൈവത്തെ കാണാൻ കഴിയാതെ വിചാരങ്ങളുടെ കണ്ണുകളെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്ന് വിശാലമാക്കി ദൈവം നമുക്ക് എത്രയോ നന്മകൾ തന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ ബഹുമാനം നമുക്ക് തന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 പത്രോസ് 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, 2 പത്രോസ് 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്തുണ്ട്? ആ മാന്യതയുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ഇവിടെ രക്ഷിക്കപ്പെട്ട എല്ലാവരും മാന്യന്മാരാണ്. നമുക്ക് കർത്താവ് മാന്യത തന്നു. ഒരിക്കലും നമ്മുടെ മാന്യത നഷ്ടപ്പെട്ടിരുന്നു. എപ്പോഴാണ്? ഏതൊരു തോട്ടത്തിൽ മനുഷ്യന്റെ മാന്യത നഷ്ടപ്പെട്ട അവനെ ഏതൊരു തോട്ടത്തിൽ ദൈവം പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കി കളഞ്ഞു. അവൻ ഇനി അതിലേക്ക് കയറാകണം. രൂപങ്ങളെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന വാണിജ്യ ജ്വാലയുമായി അവിടെ കാവൽ നിർത്തുകയാണ്. അവനെ ബഹുമാനം നഷ്ടപ്പെടുത്തി അവൻ പാപിയായി തീർന്നു. എന്നാൽ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ തേജസ്സും ബഹുമാനവും ദൈവം തിരികെ തരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്ര വലിയ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചതോടുകൂടി നമുക്ക് ലഭ്യമായ പദവികളിൽ 2 പദവികൾ, ഒന്ന് ഭാവിയോഗം ഉറപ്പാക്കപ്പെട്ടു, 2 നമുക്ക് നഷ്ടപ്പെട്ടു പോയ പദവികൾ തിരികെ ലഭിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, തേജസ്കരണത്തിന്റെ ഒക്കെ പൂർണ്ണ നിവൃത്തി നമുക്ക് നിത്യതയിലാണ് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ശരീരത്തിന് തേജസ്കരണം പ്രാപിച്ച് നമ്മുടെ കർത്താവിനോട് നമ്മൾ അനുരൂപരായി തീരും. അപ്പോഴാണ് ഇതിന് പൂർണ്ണ നിവൃത്തി ഉണ്ടാകുന്നത്. നമുക്ക് ലഭിച്ച ബഹുമാനത്തിന്റെയും പൂർണ്ണ നിവൃത്തി അപ്പോഴാണ് ഉണ്ടാകുന്നത്. നമ്മുടെ തലമേൽ ദൈവം കിരീടങ്ങളെ വെച്ച് നമ്മളെ അഭിനന്ദിക്കും. നമുക്ക് അധികാരങ്ങളും പദവികളും തരും. നമുക്ക് തേജസ് തരും. പ്രിയപ്പെട്ടവരെ, ആ അന്ന് ദൈവത്തിൽ നമ്മളുള്ള ബഹുമാനം അത് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കും, അത് നമ്മൾ അറിയും എന്ന് കാണാനായിട്ട്. ഇനി മൂന്നാമത്തെ പദവി അതിന്റെ 9-ാം വാക്യം നമുക്ക് ആരാധ്യനായി ഒരു ദൈവത്തെ ലഭിച്ചു എന്നുള്ളതാണ്. നമുക്ക് ആരാധ്യനായി ഒരു ദൈവത്തെ ലഭിച്ചു എന്നുള്ളതാണ്. 9-ാം വാക്യം, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും ഒരല്പം താഴ്ചവന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. പ്രിയപ്പെട്ടവരെ, മഹത്വവും ബഹുമാനവും അണിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ ഒരു സത്യദൈവത്തെ കാണാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. സത്യദൈവത്തെ നമുക്ക് കാണുവാനായിട്ടുള്ള ഒരു
ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ മഹത്വത്തിന് യോഗ്യനായ, ബഹുമാനത്തിന് യോഗ്യനായ, സ്തുതിക്ക് യോഗ്യനായ, സ്തോത്രത്തിന് യോഗ്യനായ ഒരു നല്ല ദൈവത്തെ കാണുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നതാണ്. ഞാനൊരു വസ്തുത പറയട്ടെ, ലോകത്തിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ദൈവത്തെ കണ്ടുമുട്ടുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമുണ്ട്. ഒരു ദൈവത്തെ അന്വേഷിച്ച് എന്തെല്ലാം ത്യാഗങ്ങളാണ് ആളുകൾ അനുഭവിക്കുന്നത്, അല്ലേ? എന്തെല്ലാം കഷ്ടതകളാണ് അവർ അനുഭവിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ശിവഗിരി തീർത്ഥയാത്ര എത്രയോ ആളുകളാണ് നടന്ന് 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 ഇന്ന് ഞാൻ കോട്ടയം പോയപ്പോൾ അവിടുന്ന് ആളുകളെങ്കിലും നടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തെ അന്വേഷിച്ച് ആ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ആളുകൾ ബന്ധപ്പെടുക. നമുക്കറിയാം, ശബരിമല തീർത്ഥയാത്ര എത്രയോ ലക്ഷങ്ങളാണ് അവിടെ കടന്നു പോകുന്നത്. എത്ര ത്യാഗം അനുഭവിച്ചാണ് കടന്നു പോകുന്നത്. അത് മാത്രമല്ല, ക്രൈസ്തവ മണ്ഡലമായാലും മറ്റേത് മണ്ഡലങ്ങളായാലും ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവത്തെ അറിയണമെന്നും ഉള്ള ആഗ്രഹം ആളുകൾക്കുണ്ട്. പക്ഷേ സങ്കടകരമായ കാര്യം, നിസ്സാരയുടെ കണ്ണുകളെ ഉരുളാക്കി കളയാണ്, വഴിതിരിച്ചു വിടുകയാണ്. സത്യദൈവത്തിലേക്ക് വരുവാൻ കഴിയാത്തവണ്ണം അവരെ അന്ധരാക്കി കഴിയുകയാണ്. അവര് മനുഷ്യർ നിർമ്മിച്ച കാര്യങ്ങൾ, പക്ഷി, ഇടജാതികൾ, നാൽക്കാലികൾ, അവയെ ദൈവത്തോട് രൂപസാദൃശ്യമാക്കി മരിച്ചവരെയും മൺമറഞ്ഞവരെയും ജീവിച്ചിരിക്കുന്നവരെയും പാമ്പുകളെയും തേളുകളെയും പ്രകൃതിശക്തികളെയും പ്രപഞ്ചശക്തികളെയും ഒക്കെ മനുഷ്യൻ ദൈവമായി കാണുകയാണ്. ദൈവത്തെ അറിയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. വാസ്തവത്തിൽ ഇതൊക്കെ ഓർക്കുമ്പോഴാണ് സുവിശേഷവൽക്കരണത്തിന്റെ വലിയ ഭാരം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്നത്. അവർക്ക് ആഗ്രഹമൊന്നുമില്ലാഞ്ഞിട്ടല്ല, ദൈവത്തെ അറിയണമെന്ന് ഒരുപക്ഷെ നമ്മേക്കാൾ അധികമോ ആഗ്രഹമുള്ളവരാണ് അവർ ഓരോരുത്തർ. ഇന്നലെ ഈ പൂവ് കണ്ടപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത്, നമ്മുടെ ആളുകളാണ് ഇത്രയും കഷ്ടം അനുഭവിച്ച് പോകുന്നു, ഇത്രയും കഷ്ടം അനുഭവിച്ച് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തെ അന്വേഷിക്കാനായിട്ടുള്ള അവരുടെ കഷ്ടത, അവരുടെ ആ കഠിനാധ്വാനം. പക്ഷേ ഒരു ദൈവത്തെ അറിയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അവർ വഞ്ചിക്കപ്പെടുകയാണ്. അവർ ഈ കഷ്ടത മുഴുവൻ അനുഭവിക്കുന്നത് അവർ അബദ്ധത്തിൽ ചാടുകയാണ്. അവര് അറിയാതെ ഇതൊക്കെ ചെയ്തു പോവുകയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവത്തെ കാണുവാൻ ഇടയായിരുന്നു. ആരാണോ സത്യദൈവം, ഏതാണോ സത്യദൈവം, ഏതാണോ യഥാർത്ഥ രക്ഷകൻ, ആ രക്ഷകനെ കാണുവാൻ, ആ സത്യദൈവത്തെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം. ഇപ്പോഴാ ഇത്ര വലിയ രക്ഷ നമുക്ക് കരകരമായതോടുകൂടി നമുക്ക് ലഭിച്ച വലിയ പദവിയായി നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവ് നമ്മുടെ ദൈവമായ, അഥവാ നമ്മുടെ ആരാധ്യനായി തീരാനായിട്ട് കർത്താവ് എന്താണ് ചെയ്തത് എന്നിവിടെ നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും വായിക്കുന്ന വാക്യങ്ങളാണ്. എങ്കിലും ദൈവകൃപയാണ് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ഭൂതന്മാരും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് നാം മഹത്വവും ബഹുമാനവും ഉള്ളവനായിരിക്കാം. നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോഴും ഏറ്റവും നിഴലിട്ട് നിൽക്കുന്ന കാര്യം ഇതാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഈ 9-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിന്റെ മരണത്തെക്കുറിച്ച് 2 പദപ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കിയേ, ആദ്യം വായിക്കുന്നത് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. ആ വാക്യത്തിൽ തുടർന്ന് കാണുന്നുണ്ട് അവൻ മരണം അനുഭവിച്ചതുകൊണ്ട്. അപ്പൊ മരണം ആസ്വദിച്ചു എന്ന് പറയുന്നതും മരണം അനുഭവിച്ചു എന്ന് പറയുന്നതും രണ്ടാണ്. 2 വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇവിടെ മരണം ആസ്വദിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ രഹസ്യം നമുക്കറിയാം. നമ്മുടെ കർത്താവ് അതിന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമുക്കറിയാം, നമ്മെ ഒരാള് ഉപദ്രവിക്കാമെന്ന് വിചാരിക്കാം, അല്ലേ? നമുക്കറിയാം, നമ്മുടെ കർത്താവ് ദശമനത്തോട്ടത്തിലായിരുന്നപ്പോൾ അവിടുന്ന് വാളും വടിയും തീപ്പെട്ടിയുമായി റോമൻ പടയാളികളെ ചേർത്ത് അവർ പിടിക്കാനായിട്ട് വരികയാണ്, അല്ലേ? നമ്മുടെ കർത്താവ് നിങ്ങൾ ആരെ തിരിയുന്നു? നസറേയനായ യേശുവിനെങ്കിൽ അത് ഞാനാകുന്നു, എന്നെ പിടിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കരുതലിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലേ? അതിനു മുമ്പ് കർത്താവ് പ്രാണവേദനയായിരുന്നുണ്ട്, നിലത്ത് വീഴുന്നുണ്ട്. കർത്താവിന്റെ വിയർപ്പുള്ളികൾ നിലത്ത് വീഴുന്ന ചോരത്തുള്ളികൾ പോലെയായി ഉണ്ടാവുന്നുണ്ട്, അല്ലേ? പക്ഷേ ഇത് പിടിക്കാൻ വന്നപ്പോൾ ഞാനാകുന്നു, എന്നെ പിടിപ്പിൻ എന്ന് പറഞ്ഞ് അവരെ കരുതലിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ ഒരാള് ഇങ്ങനെ പിടിക്കാൻ വന്നു
ഉണ്ടെങ്കിൽ അല്ലേ, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അല്ലേ, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, നമുക്ക് ആ വ്യക്തിയോട് മനസ്സുകൊണ്ട് വളരെ വിരോധമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആ ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ സാധ്യത നമ്മൾ അന്വേഷിക്കും ഇല്ലേ. പക്ഷെ കർത്താവ് ഇതൊന്നും അന്വേഷിച്ചില്ല. കർത്താവിനെ പിടിക്കാൻ വന്നവരോട്, കർത്താവിനെ തല്ലിയവരോട്, കർത്താവിനെ തുപ്പിയവരോട്, കർത്താവിന്റെ കൈകാലുകളിൽ ആണികൾ അടിച്ച് ക്രൂശിച്ചവരോട് നമ്മുടെ കർത്താവിന് യാതൊരു പരിഭവം ഉണ്ടായി. കർത്താവ് പിതാവേ, ഇവർ ചെയ്യുന്നത് അറിയാനില്ല, ഇതിനോട് ക്ഷമിക്കണമേ എന്ന് മാത്രമാണ് നമ്മുടെ കർത്താവ്. ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് കർത്താവ് മരണം ആസ്വദിച്ചു എന്ന് പറയും. മരണം ആസ്വദിച്ചു. നമ്മളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അയ്യോ നമ്മൾ എന്തോ ഒരു ബധിരായിരിക്കും കൂടി കടന്നു പോകുന്നത്. കർത്താവ് മരണം ആസ്വദിക്കുക. യാതൊരു വിദ്വേഷവും കർത്താവിനോടില്ലായിരുന്നു, യാതൊരു പകയുമില്ലായിരുന്നു. കഷ്ടാനുഭവങ്ങളാൽ അവിടുന്ന് തികഞ്ഞവനായി തീർന്നപ്പോഴും നമ്മുടെ കർത്താവിനോട് ഒരു വിദ്വേഷവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കർത്താവ് മരണം ആസ്വദിച്ചു എന്നാണ്. യേശു മരണം അനുഭവിച്ചതുകൊണ്ട് എന്നാണ് വാക്യത്തിൽ വായിക്കുന്നത്. യേശു എന്ന വാക്ക് ആദ്യമായി ഈ ലേഖനത്തിൽ ഇവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിന്റെ കഷ്ടാനുഭവത്തോട് ബന്ധിച്ചാണ് അത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആസ്വദിച്ചു എന്ന് പറയുന്നതിന്റെ ഒരാശയം. ഇനി ഞാൻ വേറെ ആശയം കൂടെ പറയാം. നമുക്ക് പരിചിതമായ ആശയങ്ങളാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യം ഈ ആസ്വദിച്ചു എന്നുള്ളതിന്റെ, മരണം ആസ്വദിച്ചു എന്നുള്ളതിന്റെ ഒരു ആശയമാണ്. മർക്കോസ് 10:32 ഒന്ന് നോക്കാം. മർക്കോസ് 10-ാം അധ്യായം 32-ാം വാക്യം. അവർ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യേശു അവർക്ക് മുമ്പായി നടന്നു. യേശു അവർക്ക് മുമ്പായി. നമ്മുടെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഏതാണ്ട് ഒടുവിലത്തെ കാലഘട്ടമാണ്. കർത്താവ് യെരൂശലേമിലേക്ക് പോവുകയാണ് അല്ലേ. അവിടെയാണല്ലോ കർത്താവ് ക്രൂശിക്കപ്പെടുന്നത്. അപ്പൊ നമ്മളോട് വായിക്കുന്നത് കർത്താവിനോട് ശിഷ്യന്മാർ 12 പേരുണ്ട്. ഒരു വലിയ പുരുഷാരവും കർത്താവിന്റെ കൂടെ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ കർത്താവ് എവിടെ പോയാലും കർത്താവിനെ അനുഗമിക്കാൻ എത്രയോ ആളുകളായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ. കർത്താവ് തനിയെ പടക് കയറി അക്കരയിലേക്ക് പോകാമെന്ന് കരുതിയാൽ അവിടെ 10,000 ചെല്ലുകയാണ്. കർത്താവ് തന്നെ ഒരു മലമേൽ കയറി പോയി പ്രാർത്ഥിക്കാമെന്ന് കരുതിയാൽ അവിടെയും അതുപോലെ ചെല്ലുകയാണ്. കർത്താവിന് ഒരുപാട് ആളുകളുണ്ടായി അല്ലേ. നാം വായിക്കുന്നത് ഇവരുടെ കൂടെ കർത്താവ് നടന്നു പോവുകയാണ്. പക്ഷെ കർത്താവിന് അല്പം സ്പീഡ് കൂടുകയാണ്, കർത്താവിന് അല്പം വേഗത കൂടുകയാണ്. അവർക്ക് മുമ്പായി നോക്കി താഴോട്ട് വായിച്ചേ 12-ാം വാക്യം നോക്കി. അവർ വിസ്മയിച്ചു. ശിഷ്യന്മാർ വിസ്മയിച്ചു. അടുത്തത് അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ മണ്ടടിച്ചു പോയി. എന്ന് പറഞ്ഞാൽ അയ്യോ കർത്താവിന് ഇതുവരെ കാണാത്ത ഒരു വേഗത, കർത്താവിന് ഇതുവരെ കാണാത്ത ഒരു സ്പീഡ്, കർത്താവ് ഞങ്ങളെക്കാൾ വളരെ വേഗത്തിൽ യെരൂശലേമിലേക്ക് പോകാൻ പോകുകയാണ്, നടക്കുകയാണ്. അവർ വിസ്മയിച്ചു. മാത്രമല്ല അനുഗമിക്കുന്ന ആളുകൾ ഭയപ്പെട്ടു. അയ്യോ ഇതെന്താ കർത്താവിന് പതിവില്ലാത്തൊരു വേഗത, പതിവില്ലാത്ത കർത്താവ് ഇത്രയും സ്പീഡിൽ നടക്കുന്നത് എന്താണ് എന്ന് അവർ വിസ്മയിച്ചു. എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് തനിക്ക് സംഭവിക്കാൻ ഉള്ളത് പറഞ്ഞത്. നോക്കണം, നമ്മുടെ കർത്താവ് ശരിക്കും പറഞ്ഞാൽ മഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവർക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, വളരെ ദുർബലമായ കാര്യമാണത്. എത്ര കൃത്യമായിട്ടാണ് അതിന്റെ നമുക്ക് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അപ്പോസ്തലൻ കാര്യം വിശദമാക്കുന്നത്. നമ്മളെന്താ നമുക്ക് ഇത്രയും വലിയ പുത്രത്വം എന്ന പദവി ലഭിച്ചത് കൊണ്ട് നിങ്ങൾ ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് പിന്നെയും തിരിയുന്നത് എങ്ങനെ? എന്താണ് ഈ ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമാണത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ഈ ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങൾ? 10-ാം വാക്യം. നിങ്ങൾ എന്താ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്.
കാലങ്ങൾ പ്രമാണിക്കുന്നു, ആണ്ടുകൾ പ്രമാണിക്കുന്നു. 11-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ കൃപയുടെ സത്യം നിങ്ങൾ അറിയിച്ചത് വെറുതെ ആയിപ്പോയോ? ഈ സത്യസുവിശേഷം, ഈ സത്യവചനം നിങ്ങൾ അറിയിച്ചത് നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു എന്നുള്ള ആ പരമ യാഥാർത്ഥ്യം ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളെ അറിയിച്ചത് വെറുതെ ആയിപ്പോയോ? നിങ്ങൾ ഇന്ന് ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്ക് അത്ര അധീനരാണ് എന്ന് ഞാൻ പ്രസംഗിച്ചത് വെറുതെ ആയിപ്പോയോ? നിങ്ങൾ കൃപയുടെ കീഴിലുള്ളവരാണ്, നിങ്ങൾക്ക് ബാധ്യത കൃപയുടെ പ്രമാണമാണ് എന്ന് ഞാൻ പ്രസംഗിച്ചത് വെറുതെ ആയിപ്പോയോ? നിങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ചെയ്യരുതെന്ന് ഞാൻ പഠിപ്പിച്ചത് വെറുതെ ആയിപ്പോയോ? അതാണ് ചോദിക്കുന്നത്. ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ, നമുക്കിത് യോഗ്യമല്ല പ്രിയപ്പെട്ടത്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല എന്നെനിക്ക് നന്നായിട്ട് ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയുന്നു. ഇത് നമ്മൾക്ക് യോഗ്യമല്ല, ഇത് നമുക്ക് യോഗ്യമല്ല, പാടില്ല, പാടില്ല, നമുക്കത് അനുവദനീയമല്ല. നമ്മൾ പുനഃസ്വരിക്കുന്നത് പിന്നെയും നിങ്ങൾ ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങൾ ഇതുവരെ ഒരിക്കൽ ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങൾക്കുള്ളിൽ കഴിയുകയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വിടുവിച്ചിട്ട് പിന്നെയും ആ ഏറ്റവും വില കുറഞ്ഞ ആ കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നത് എങ്ങനെ സാധിക്കുമെന്ന് അനുവദിക്കുന്നത് അനുവദനീയമല്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവിടുത്തെ വലിയ നാമം. പുത്രത്തെ ലഭിച്ചതുകൊണ്ട് നമുക്കുള്ള കടപ്പാട് എന്നുള്ള നിലയിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം പുത്രത്വം ഉള്ളതുകൊണ്ട് നമുക്കുള്ള പദവികളിൽ രണ്ടാമത്തേത് ദൈവം നമ്മുടെ പിതാവായി എന്നുള്ളതാണ്. ദൈവം നമ്മുടെ പിതാവായി എന്നുള്ളതാണ്. ദൈവം നമ്മുടെ പിതാവായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ പിതാവെ നമുക്ക് വിളിക്കുവാനുള്ള ഭാഗ്യം. 1:3 നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് അല്ലേ? അപ്പൊ നമ്മുടെ ദൈവം നമ്മുടെ പിതാവായി എന്നുള്ളതാണ്. വാസ്തവത്തിൽ അത് നമ്മുടെ പിതാവ് ദൈവമാണ് അല്ലേ? നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാര് ഏറെ പ്രസക്തരാണെങ്കിൽ, പ്രബുദ്ധരാണെങ്കിൽ നമുക്ക് മക്കൾക്ക് കുറച്ചുകൂടി അഭിമാനം അല്ലേ? എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാണുന്നത് നമ്മുടെ പിതാവ് എന്ന് പറയുന്ന ആരാ? സർവശക്തനായ ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ് നമ്മുടെ പിതാവ് അല്ലേ? ആ പുത്രത്തെ നമുക്ക് കിട്ടിയതോടുകൂടി ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്കുള്ള ആത്മീയ നിർദ്ദേശം ഞാൻ വിശദീകരിക്കാതെ ഒന്ന് പറഞ്ഞു പോകാം. 1 പത്രോസ് 1:17, 1 പത്രോസ് 1-ാം അധ്യായം 17-ാം വാക്യം, 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:7, 1 പത്രോസ് 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കുന്നു. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ, മക്കളെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ ഇല്ല, പ്രശ്നമില്ല. അവൻ നമ്മുടെ പിതാവായില്ലെങ്കിൽ ഈ കാര്യം ബാധകമല്ല. പിതാവായതുകൊണ്ട് അവനെ നമ്മൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോട്. ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഈ ലോകങ്ങളിലൂടെ നമ്മോട് സംസാരിച്ചു. കർത്താവേ, എന്നോട് സംസാരിക്കണമേ. ഞാൻ എന്താണ് എൻ്റെ ഭാഗത്ത് വ്യത്യസ്തത വരുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് നമ്മോട് ചോദിച്ചു. കേവലം ഒരു കൺവെൻഷൻ നടക്കുന്നത് മാത്രമല്ല, അതിലൂടെ വലിയ ആത്മീയ നന്മയുണ്ടാകും. നമ്മൾ വളരെ പണം ചെലവഴിച്ച്, വളരെ അധ്വാനിച്ച്, വളരെ കഷ്ടപ്പെട്ട് ഈ വർഷത്തെ യോഗം ക്രമീകരിക്കുമ്പോൾ അയ്യോ യോഗം നടത്തി ആളുകൾ ഒരുപാട് വന്നു, യോഗ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞാൽ പോകേണ്ട ആവശ്യമില്ല. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാനിടയായി. എൻ്റെ ജീവിതത്തോട് സംസാരിച്ചു. എൻ്റെ ചുവടുകളൊന്ന് മാറ്റി ചവിട്ടുവാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ ഞാൻ തീരുമാനിച്ചു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിഞ്ഞാൽ അത് കൺവെൻഷന്റെ വിജയമാണ്. കർത്താവ് അതാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. വേർപെട്ട ദൈവത്തിന്റെ മധ്യത്തിൽ നമ്മുടെ പ്രവാസത്തിന് മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രവാസകാലം ഭയപ്പെടുക. നമ്മൾ കണ്ട 4ാമത്തെ പദവിയാണ് നമുക്ക് പുത്രത്തെ ലഭിച്ചു എന്നുള്ളതാണ്. പുത്രത്തെ ലഭിച്ചു എന്നുള്ളതാണ്. ഇനി 5ാമത്തെ പദവിയിലേക്ക് നമുക്ക് വരാം. 5ാമത്തെ പദവിയിലേക്ക് നമുക്ക് വരാം. 2-ാം അധ്യായം അതിന് 11-ാം വാക്യം. 2-ാം അധ്യായം എബ്രായ ലേഖനമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, 11-ാം വാക്യം, 11-ഉം 12-ഉം വാക്യങ്ങൾ വായിക്കാം.
11, 12, 13 വായിക്കുന്നു. വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവനവരെ സഹോദരന്മാരെ വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ എന്റെ നാമത്തെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യം ഞാൻ നിന്നെ ശ്രദ്ധിക്കുമെന്നും ഞാൻ അവരെ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവമനിക്കുന്ന മക്കളും എന്ന് പറയുന്നു. മക്കൾ പറഞ്ഞു, ഇതാ ഞാനും ദൈവമനിക്കുന്ന മക്കളും എന്നും പറയും. ഇവിടുത്തെ 5ാമത്തെ പദവി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സഹോദരന്മാർ എന്ന് നാം വിളിക്കപ്പെട്ടിരുന്നതാണ്. ക്രിസ്തുവിന്റെ സഹോദരന്മാർ എന്ന് നാം വിളിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ സഹോദരന്മാർ എന്ന് നാം വിളിക്കപ്പെട്ടു. നമ്മൾ 5 സഹോദരന്മാരാണ്. അതോട് പറയുന്നത് ഇത് ആരുടെ സഹോദരനാണ്? ക്രിസ്തുവിന്റെ സഹോദരന്മാരാണ്. ക്രിസ്തുവിന്റെ സഹോദരന്മാർ, ക്രിസ്തുവിന്റെ സഹോദരന്മാർ. ഇവിടെ എത്ര വലിയ ഭാഗമാണ് വരിക. 11-ാം വാക്യം നമ്മൾ കണ്ടു, അവൻ അവരെ സഹോദരന്മാരെ വിളിക്കുവാൻ ലജ്ജിക്കാതെ എന്ന് പറഞ്ഞാൽ കർത്താവ് ലജ്ജിക്കേണ്ടിയതാ. ശരി അല്ലേ? നമ്മളെ സഹോദരന്മാരെ വിളിക്കാൻ കർത്താവ് ലജ്ജിക്കേണ്ടിയതാണ്. പക്ഷെ കർത്താവ് ലജ്ജിച്ചില്ല. എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അർഹതയില്ലാത്ത ഒരു വിശിഷ്ട പേരാണ്, ഒരു പദവിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ക്രിസ്തുവിന്റെ സഹോദരന്മാർ എന്നുള്ളത്. കർത്താവ് കേവലം മനുഷ്യൻ മാത്രമായിരുന്നെങ്കിൽ അത് ലഭിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ അവിടുന്നാരാണ്? ദൈവമാണ്. ദൈവം മനുഷ്യനായി വന്നവനാണ്. സകലത്തിന്റെ ഉടയവൻ മാത്രമാണ്. ആ ദൈവം ഇത്ര വലിയ രക്ഷ കിട്ടിയ ദൈവമക്കളെ സഹോദരന്മാർ എന്ന് വിളിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അവരവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ എന്നാണ്. ഇവിടെ കർത്താവ് നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ എന്താണ് കാരണം? സഹോദരന്മാരെ വിളിക്കുവാനുള്ള കാരണം ഈ ഭാഗത്ത് വിശദീകരണങ്ങൾ ആവശ്യമില്ലാതെ വിശദമാക്കി തന്നെ പറയുന്നുണ്ട്. കർത്താവ് നമ്മളെ സഹോദരന്മാരെ വിളിക്കുവാനുള്ള കാരണം എന്ത്? 11-ാം വാക്യം, വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവനവരെ സഹോദരന്മാരെ വിളിക്കുവാൻ അതാണ് അതിന് ഏതാ? വിശുദ്ധീകരിക്കുന്നവൻ. വിശുദ്ധീകരിക്കുന്നവനായ കർത്താവാണ്, പുത്രനാണ്. അത് പ്രത്യേകിച്ച് ഇബ്രാഹിത്തിൽ ഒരു ആശയമാണ്. വിശുദ്ധീകരിക്കുന്നവൻ പുത്രൻ അല്ലേ? അപ്പൊ വിശുദ്ധീകരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പുത്രനാണ്. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ആരാ വിശുദ്ധീകരിക്കപ്പെടുന്നവരെ? നമ്മളാണ് അല്ലേ? അപ്പൊ വിശുദ്ധീകരിക്കുന്നവൻ പുത്രൻ, വിശുദ്ധീകരിക്കപ്പെടുന്നവരെ നമ്മളാണ് അല്ലേ? അപ്പൊ നോക്കിയേ, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വിശുദ്ധീകരിക്കുന്നവരും കർത്താവിനും വിശുദ്ധീകരിക്കപ്പെടുന്ന നമുക്കും എല്ലാവരുടെയും പിതാവ് എന്ന് പറയാൻ ആരേ ഉള്ളൂ? പിതാവായ ദൈവം മാത്രം. പിതാവ് ഒരാളെ ഉള്ളൂ. അത് ഹേതുവായി അവനവരെ സഹോദരന്മാരെ വിളിക്കുവാൻ ലഭിക്കും. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവിന്റെ പിതാവും പിതാവാണ്, ദൈവമാണ്, പിതാവായ ദൈവമാണ്. നമ്മുടെ പിതാവ് ആരാണ്? പിതാവായ ദൈവമാണ്. ആ അർത്ഥത്തിലാണ് നമ്മെ സഹോദരന്മാർ എന്ന് ഇവിടെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം തന്റെ ശിഷ്യന്മാരെ സഹോദരന്മാർ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം മത്തായി സുവിശേഷം 28-ാം അധ്യായം 10-ാം വാക്യം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 10-ാം വാക്യം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 10-ാം വാക്യം നോക്കിയേ. അവർ അടുത്ത് ചെന്നു അവരെ കാൽ പിടിച്ച് അവരെ നമസ്കരിച്ചു. യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറഞ്ഞു, അവിടെ അവർ എന്നെ കാണും എന്നതാണ്. നമ്മുടെ കർത്താവ് ഇവരോട് ഈ സ്ത്രീകളോട് പറയുകയാണ്, എന്താ, നിങ്ങൾ ചെന്നിട്ട് എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകാനായിട്ട് പറയാം, ഞാൻ അവിടെ വരും എന്ന് പറയാം. കർത്താവ് ഉയർത്തിരുന്നതിന്റെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ സഹോദരന്മാർ
എന്ന് വിളിക്കുന്നു എന്ന് നമുക്ക് കാണാനാണ്. ഇവിടെ ഒരു വലിയൊരു ആശയം ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ഞാൻ പറയാം. ഇതിന്റെ 12-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. ഏതാ? 2-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. അത് 22-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിന്റെ ഉദ്ധരണിയാണ്. ഈ 12-ാം വാക്യം 2-ാം അധ്യായം 12-ാം വാക്യം എന്ന് പറയുന്നത് ഒരു ഉദ്ധരണിയാണ്. Psalms 22:22. സങ്കീർത്തനം 22-ന്റെ 22-ാം വാക്യമാണ് അത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഹോദരന്മാരോട് കീർത്തിക്കും. ഇത് നമ്മൾ കണ്ടു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരെ സഹോദരന്മാരെന്ന് വിളിച്ചു. ഇവിടെയും ഇത് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഉള്ളൊരു കാര്യമാണ്. പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കും. നമുക്കറിയാം, യെശയ്യാപ്രവചനം 22-ാം സങ്കീർത്തനം 22-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് അതിന്റെ 21-ാം വാക്യം വരെ, സങ്കീർത്തനങ്ങൾ 22-ന്റെ 21 വരെ നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവം, മരണം എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചന സങ്കീർത്തനമാണ്. ശ്രദ്ധിക്കണം, 22-ാം സങ്കീർത്തനം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ മരണം, കഷ്ടാനുഭവങ്ങൾ, മരണം, ഈ കാര്യങ്ങളൊക്കെ പ്രസ്താവിച്ചിരിക്കുന്ന സങ്കീർത്തനമാണ്. എന്നാൽ 22-ാം വാക്യം വരുമ്പോൾ നേരെ തിരിയുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള കാര്യമാണ്. 22-ാം സങ്കീർത്തനം 22-ാം വാക്യം മുതൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഹേതുവായി അവനവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും എന്നപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റ കേട്ട. അപ്പൊ ശിഷ്യന്മാരെ സഹോദരന്മാരെ വിളിച്ചത് എപ്പോഴാണ്? ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ്. സഭയെ സഹോദരന്മാരെ കർത്താവ് വിളിക്കുന്നതും ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വാസ്തവത്തിൽ ആ സഹോദരന്മാരെന്നുള്ള ആ വാക്കിന്റെ മഹത്വം കുറെ കൂടി വർദ്ധിക്കുക, ഇല്ലേ? കുറെ കൂടി അങ്ങ് വർദ്ധിക്കും. ഇപ്പൊ നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ഒരുപാട് ബഹുമതികൾ കിട്ടും, ഇല്ലേ? ആ കർത്താവിനെയാണ് പിതാവായ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചത്, ഇല്ലേ? അത് അലംഘനീയമായി, അതിനു മുമ്പേ കർത്താവും ക്രിസ്തുവുമാണ്. എന്നാൽ അലംഘനീയമായി പ്രഖ്യാപിക്കപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ. റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം നമുക്കറിയാം. റോമാലേഖനം 1-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ ആ പുത്രത്വവും ലോകത്തോട് ഉറക്കം പിതാവ് പ്രഖ്യാപിച്ചത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെയാണ്. റോമർ 1-ന്റെ 5 നമ്മൾ വായിക്കുന്നു. എന്താണ് ഇവിടെ വായിക്കുന്നത്? റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ച ഉയർത്തെഴുന്നേൽപ്പിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ എന്ന് പറഞ്ഞാൽ മരിച്ച ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഒരു കാര്യം ഈ സകല പ്രപഞ്ചത്തോടും ശക്തിയോടെ പ്രഘോഷിച്ചു. ഏതാ? യേശുക്രിസ്തു ആരാണ്? ദൈവപുത്രനാണ്, ദൈവമാണ്. ഒരൊറ്റ ദൈവം മാത്രം. ആരാണ് ദൈവം? ജോസഫിന്റെ പാറയിൽ വെട്ടിയെടുത്ത കല്ലറയിൽ നിന്ന് ആരാണോ ഉയർത്തെഴുന്നേറ്റത് അവൻ തന്നെ ദൈവമെന്ന് പിതാവായ ദൈവം ലോകത്തോട് സാക്ഷിച്ചു. ഇവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് തന്റെ ജനത്തെ സഹോദരന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഞാൻ ഇതിന്റെ 12-ാം വാക്യമാണ് നമ്മളിവിടെ കണ്ടത്. അത് 22-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ തന്നെയാണ്. ഇനി 13-ാം വാക്യം നോക്കിയ എബ്രായർ 2:13, ഞാൻ അവരിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്നും പറയും. ഈ 13-ാം വാക്യം പഴയ നിയമത്തിലെ 2 വാക്യങ്ങളുടെ ഉദ്ധരണിയാണ്, 2 ഭാഗങ്ങളുടെ വാക്യങ്ങളുടെ ഉദ്ധരണിയാണ്. 13-ാം വാക്യം നോക്കിയേ, ഞാൻ അവരിൽ ആശ്രയിക്കുമെന്നും ഞാൻ അവരിൽ ആശ്രയിക്കും. ഇത് 2 ശമൂവേൽ 22-ന്റെ 3-ൽ നിന്നുള്ള ഉദ്ധരണിയാണ്. 2 ശമൂവേൽ 22-ന്റെ 3-ൽ നിന്നുള്ള ഉദ്ധരണിയാണ്. 2 ശമൂവേൽ 22-ന്റെ 3-ൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ഇതാ ഞാൻ അതിൽ ആശ്രയിക്കും. 2 ശമൂവേൽ 22-ന്റെ 3-ൽ നിന്നുള്ള ഉദ്ധരണിയാണ്. 2 ശമൂവേൽ 22-ന്റെ 3-ൽ നിന്നുള്ള ഉദ്ധരണിയാണ്. 2 ശമൂവേൽ 22-ന്റെ 3-ൽ നിന്നുള്ള ഉദ്ധരണിയാണ്. അടുത്തത് 8-ാം വാക്യത്തിൽ നോക്കിയാൽ വേറെ ഉദ്ധരണി കാണുന്നുണ്ട്. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കൾ. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കൾ. ഇത് യെശയ്യാവ് 8:18 നിന്നുള്ള ഉദ്ധരണിയാണ്. യെശയ്യാവ് 8:18 നിന്നുള്ള ഉദ്ധരണിയാണ്. യെശയ്യാവ് 8:18 നിന്നുള്ള ഉദ്ധരണിയാണ്. യെശയ്യാവ് 8:18 നിന്നുള്ള ഉദ്ധരണിയാണ്. യെശയ്യാവ് 8
18 തന്നെയാണ്. നോക്കിയ 11-ാം വാക്യത്തിൽ 2 ഇതാ ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവമരിക്കുന്ന മക്കളും എന്ന് പറയും. എന്തിനാ ശരിക്കും ഇവിടെ ഈ 2 ഭാഗങ്ങളിലെ ഉദ്ധരണികൾ ഒരുമിച്ച് ചേർത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന സ്കോളേഴ്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പുത്രനും ദൈവം എനിക്ക് തന്ന മറ്റു പുത്രന്മാർ, ഞാൻ പുത്രനും ദൈവം എനിക്ക് തന്ന മറ്റു പുത്രന്മാരും ഞങ്ങൾ ഒരുമിച്ച് സഭാമധ്യേ അവനെ സ്തുതിക്കും. ഞങ്ങൾ ഒരുമിച്ച് സഭാമധ്യേ അവനെ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തും. ഞാൻ പിതാവിനെ മഹത്വപ്പെടുത്തും, ദൈവം ഇരിക്കുന്ന പുത്രന്മാരും പിതാവിനെ മഹത്വപ്പെടുത്തും എന്ന ആശയമാണ് ഇവിടെ അഗ്രേഡിയായ സ്കോളേഴ്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമ്മുടെ സഹോദരന്മാരെന്ന് കർത്താവ് വിളിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ എന്നുള്ളൊരു ഭാഗമാണ് ഇവിടെ 2-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ ദൂതന്മാര് അവര് നമ്മളെ സഹോദരന്മാരായി കാണുവാനായിട്ട് അവർക്ക് പദവിയില്ല എന്നുള്ളത് കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൂതന്മാരെ കർത്താവ് സഹോദരന്മാരെ വിളിച്ചിട്ടുമില്ല. രക്ഷിക്കപ്പെട്ടവരുടെ മാത്രം സഹോദരന്മാരാണ് നമ്മുടെ കർത്താവ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. വേറൊരു ആശയം ഞാൻ ഈ സഹോദരന്മാരെന്നുള്ളതിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സഹോദരൻ എന്നുള്ള വാക്ക് വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉപദേശ സത്യമായി നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, പഴയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരൻ അടുത്ത ചാർച്ചയിൽപ്പെട്ട ആളായിരിക്കണം അല്ലേ? അടുത്ത ചാർച്ചയിൽപ്പെട്ട പുസ്തകത്തിലൊക്കെ നമ്മൾ 4-ാം അധ്യായം 3-4 വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 4-3. അപ്പൊ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത് അടുത്ത ചാർച്ചയിൽപ്പെട്ട ആളായിരിക്കണം. വീണ്ടെടുപ്പ് സംബന്ധിച്ചൊരു വ്യവസ്ഥയാണ്. വീണ്ടെടുപ്പുകാരൻ അടുത്ത ചാർച്ചയിൽപ്പെട്ട ആളായിരിക്കണം. എന്നാൽ കർത്താവ് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് കർത്താവ് നമ്മുടെ ചാർച്ചയിൽപ്പെട്ട ആളാണോ? അല്ല, നമ്മൾ ദൈവമില്ലാത്തവരായിരുന്നു, ക്രിസ്തു ഇല്ലാത്തവരായിരുന്നു. അയ്യോ, നമുക്ക് അതിന് യാതൊരു അർഹതയില്ലാത്തവരായിരുന്നു. എന്നാൽ എബ്രായലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് നോക്കാം. എബ്രായലേഖനത്തിന്റെ 17-ാം വാക്യം, എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം: അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യം. അയ്യോ, എന്തോ ഒരു വാക്യമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരന്മാരായിട്ടില്ല. അതിനു മുമ്പ് എന്താ അവന് എന്ത് ചെയ്തു? സകലത്തിലും നമ്മോട് സദൃശനായി. കർത്താവ് വേഷത്തിൽ മനുഷ്യനായി തുടങ്ങി, മക്കളുടെ രക്തത്തോടുകൂടിയവരാകിയാൽ അവൻ അവനെപ്പോൾ ജനരക്തങ്ങളോടുകൂടിയായി തീർന്നില്ലേ? ലോകത്തെ ജീവിച്ചു വിശുദ്ധവനായി, ദാഹിച്ചവനായി, അയ്യോ എന്തെല്ലാം കാര്യങ്ങളില്ലേ? സമൂഹ മനുഷ്യത്വത്തിൽ അവരുടെ ലോകത്ത് സകലത്തിലും തന്റെ സഹോദരന്മാരുടെ സദൃശനായി തീരാൻ ആവശ്യമായി എന്ന് പറഞ്ഞാൽ നമ്മളെ വീണ്ടെടുക്കാനായിട്ട് കർത്താവ് നമ്മോട് സദൃശനായി. അങ്ങനെയാണ് നമ്മുടെ സഹോദരന്മാർ എന്ന നിലയിലേക്ക് കർത്താവ് കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി 2 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു പോകാൻ വിശദീകരിക്കുന്നില്ല. 6-ാമത്തെ പദം ഇത്ര വലിയ ലക്ഷണം കിട്ടിയതോടുകൂടി നമുക്ക് ലഭിച്ച 6-ാമത്തെ പദവി. അതിന് 15-ാം വാക്യം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു. 6-ാമത്തെ പദവി എന്താ? മരണഭീതിയിൽ നിന്ന് വിടുതൽ കിട്ടി. ഏതൊരു ലോകത്തിൽ വെച്ച് ആദമിനോട് ദൈവം പറഞ്ഞു, ഫലം തിന്നുന്ന നാളെ നീ എന്ത് ചെയ്യും? മരിക്കും. അന്നവൻ ശാരീരികമായി മരിച്ചില്ല, ആത്മീയമായിട്ടാണ് മരിച്ചത്. പക്ഷെ അന്ന് മുതൽ ആദാമിനെ അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇല്ലേ? ദൈവം എന്നോട് കാര്യം പറഞ്ഞത് എന്താ പറഞ്ഞു? ഞാൻ മരിക്കും എന്ന് പറഞ്ഞു ഇല്ലേ? ഞാൻ എന്നാണ് മരിക്കുന്നത്? എപ്പോൾ മരിക്കും ഇല്ലേ? അയ്യോ, ഞാൻ മരിക്കുമല്ലോ. മരണഭീതി അവനെ നിഴലിട്ടിരുന്നു. അവന്റെ സന്തതി പരമ്പരകളായ ലോകത്തിലെ മുഴുവൻ മനുഷ്യവർഗവും മരണഭീതിയിൽ കഴിയുന്ന ആളുകൾ. 38-ാം അധ്യായം അതിനോട്
38-39 വാക്യങ്ങളിൽ നമ്മൾ ക്രിസ്ത്യാനിയെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലേ. നീ എന്ത് ചെയ്യും? നീ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രഹകാര്യം ചെയ്യണം. ക്രമത്തിലാണ് നമ്മളോട് വായിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ക്രിസ്ത്യാവ് ഏറ്റവും ഗ്രഹകാര്യം ക്രമത്തിൽ ശകണമെന്ന് കേട്ടല്ല കരുതുന്നത്. എന്താ? നീ മരിക്കും എന്ന് കേട്ടപ്പോൾ ക്രിസ്ത്യാവ് ഏറ്റവും കരഞ്ഞു. മരണഭീതി എന്ന് പറയുന്നത് അത്രമാത്രം ഭയാനകരമായ ഒരു കാര്യം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് മരണഭീതി മാറി എന്നുള്ളതാണ്. നമുക്കൊക്കെ മരണം ഉണ്ടാകാം. നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവര് മരണത്താൽ മാറ്റപ്പെട്ടു ഇല്ലേ? എനിക്ക് തന്നെ അറിയാവുന്ന ഈ സമയങ്ങളിൽ എത്രയോ പ്രിയപ്പെട്ടവർ മരണത്താൽ ലോകത്തോട് യാത്ര കർത്താവിലേക്ക്. നമ്മളും കർത്താവിൽ താമസിച്ചാൽ മരണം വഴിയായി മാറ്റപ്പെടുക. പക്ഷെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? മരണഭീതിയുടെ മരിക്കട്ടെ പിന്നെ നമ്മളെ വിഷമത്തിന്റെ കാര്യമുണ്ടോ? ഇല്ല. നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പറഞ്ഞ കണ്ണിൽ എണ്ണ ഒഴിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്കാണ് നമ്മൾ പോകുന്നത്. മരണഭീതി മാറി. മരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പൊതുവെ 3 വിധത്തിലുള്ള മരണങ്ങളാണ് നമ്മൾ പഠിക്കാറുള്ളത്. ഒന്ന് ആത്മീയ മരണം അല്ലേ? ഏതൊക്കെ സംബന്ധിച്ച് ആത്മീയമാണ്. നമ്മുടെ ആ ആത്മീയമാണ് എന്ത് ചെയ്തു മാറി നമ്മളെ ജീവിപ്പിക്കപ്പെടും അല്ലേ? 2 ശാരീരിക മരണം. ആ ശാരീരിക മരണത്തിൽ നമുക്ക് വിടുതൽ കിട്ടി. അത് വെറും ഒരു നിദ്ര മാത്രമാണ്. 3 നിത്യമരണം. വെളിപ്പാട് 24 ജീവപുസ്തകത്തിൽ നേരത്തെ കാണാത്തവരെ തീപ്പൊയ്ക്ക് തള്ളിയിടും. അതുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ നിത്യമരണത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടി. എന്താ കാര്യം? ഇത്ര വലിയ രക്ഷ നമുക്ക് ഗണ്യമാക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. ഇനി 7ാമത്തെ പദവി ഞാൻ വിശദീകരിക്കുന്നില്ല. 7ാമത്തെ പദവിയിലേക്ക് നമുക്ക് വരാം. 7ാമത്തെ പദവി നമുക്ക് നോക്കാം. ഇത്ര വലിയ രക്ഷ നമുക്ക് കിട്ടിയതോടുകൂടി നമുക്ക് ലഭ്യമായ 7ാമത്തെ പദവി അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാവിമോചനമാകേണ്ടതിന് സകലത്തിന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവരാണ്. 2 കാര്യങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ 16ാം വാക്യത്തിൽ നമുക്കൊരു സംരക്ഷകനെ ലഭിച്ചു. നമുക്കൊരു സംരക്ഷകനെ ലഭിച്ചു. അബ്രഹാമിന്റെ ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. അത് ദൈവസഭയെ കുറിച്ചാണ് പറയുന്നത്. അബ്രഹാമിന്റെ സന്തതി എന്ന് ഇവിടെ പറയുന്നത് സഭയെ കുറിച്ചാണ് പറയുന്നത്. അവൻ നമ്മെ സംരക്ഷണം ചെയ്യാം. 18ാം വാക്യം നോക്കിയേ. താൻ തന്നെ പരീക്ഷത്തിനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ, ജീവിതത്തിന് വൈകല്യങ്ങൾ വരുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല നാഥനെ നമുക്ക് കിട്ടി. ഒരു ഭാഗ്യം. ഒന്ന് നമുക്കൊരു സംരക്ഷകനെ കിട്ടി. നമ്മളെ ദൈവത്തിന്റെ സംരക്ഷണം അവൻ നമ്മുടെ വലമേക്ക് പിടിച്ചിരിക്കുക. അവന്റെ കയ്യിൽ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. ഒരു സംരക്ഷകനെ നമുക്ക് കിട്ടിയെന്ന് മാത്രമല്ല, നമ്മുടെ വേദനകളിൽ, നമ്മുടെ കഷ്ടതയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു സഹായകനെ നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ വേളകളിൽ, കഷ്ടങ്ങളുടെ വേളകളിൽ നമ്മളാരും നിരാശരായി പോകാത്തത്, നമ്മളാരും തകർന്ന് തരിപ്പണമായി പോകാത്തതിന്റെ കാരണം നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല സഹായകനുണ്ട്. ഒരുപക്ഷെ നമ്മളെ സഹായിക്കാൻ ലോകത്തിൽ ആരുമില്ല എന്ന് മക്കളൊക്കെ പല സ്ഥലങ്ങളിലായിരിക്കാം. അവരുടെ ഒന്നും സഹായം കിട്ടുന്നില്ലായിരിക്കാം. സഹോദരങ്ങളുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഒന്നും സഹായം കിട്ടുന്നില്ലായിരിക്കാം. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സഹായിപ്പാൻ ഏറ്റവും കഴിവുള്ള ഒരു കർത്താവുണ്ട്. 46ാം സങ്കീർത്തനം നമുക്കറിയാം. എന്താ പറയുന്നത്? യഹോവയുടെ സങ്കേതവും കഷ്ടങ്ങളിൽ അവനെ ഏറ്റെടുത്ത എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത തുണയാണ്. കഷ്ടത വരുമ്പോൾ കുറച്ചുകൂടെ എന്ന് മാത്രമല്ല, നമ്മുടെ കഷ്ടത വരുമ്പോഴാണ്
നമുക്ക് കിട്ടിയതോടുകൂടി നമുക്ക് ലഭിച്ച അനുഗ്രഹീതങ്ങളായ നിസ്തുല്യങ്ങളായ 7 പദവികളാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ശ്രേഷ്ഠ പദവികൾ ലഭിച്ചു. രണ്ടേതാണ് നമുക്ക് ഒന്ന്, നമുക്കൊരു ഭാവിലോകം ഉറപ്പാക്കപ്പെട്ടു. 2, നഷ്ടപ്പെട്ടു പോയ ശ്രേഷ്ഠ പദവികൾ ലഭിച്ചു. 3, നമുക്ക് ആരാധ്യനായി ഒരു ദൈവത്തെ ലഭിച്ചു. 4, നമുക്ക് പുത്രത്തെ ലഭിച്ചു. 5, ക്രിസ്തുവിന്റെ സഹോദരന്മാർ എന്ന് നാം വിളിക്കപ്പെട്ടു. 6 നമ്മൾ കണ്ടത് മരണഭീതി നമ്മിൽ നിന്ന് മാറി. 7, നമുക്കൊരു നല്ല സംരക്ഷകനെ, ഒരു നല്ല സഹായകനെ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ദൈവം എന്ന ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ സ്നേഹിതരായ എത്രയോ പ്രിയപ്പെട്ടവർ ഈ ഭാഗ്യം ലഭിക്കാതെ പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോകുന്നു. അവരെയും നമുക്ക് ഈ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കുവാൻ കൂട്ടിക്കൊണ്ടുവരാം. ഈ കർത്താവിനെ കുറിച്ച് നമുക്കും അവരോട് പറയാം. നാമകാരണത്തിന്റെ ജീവിതങ്ങൾ ഈ കർത്താവിലേക്ക് വരുവാൻ ഇടയാകട്ടെ. ഇത്ര വലിയ രക്ഷ ചില ഗണ്യമാക്കുവാൻ ഇടയാകട്ടെ. കണ്ണുനീരോട് വിളിക്കുന്നവൻ ആർപ്പോട് കൊയ്യുമെന്നാണ് വായിക്കുന്നത്. കണ്ണുനീരിന്റെ നനവുള്ള പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകട്ടെ. ചില ജീവിതങ്ങൾ കർത്താവിലേക്ക് വരുവാൻ, നമ്മൾ തന്നെ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ യോഗം മുഖാന്തരമായിത്തീരട്ടെ. കർത്താവിനോട് നമുക്ക് ഇത്ര പദവികൾ തന്നതിന് എല്ലാ മഹത്വവും കർത്താവിനോട് അർപ്പിച്ച് കർത്താവിനെ നമുക്ക് ആരാധിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. അവിടുത്തെ വലിയ നാമം ഇന്നും നേരിടും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. വിശ്വാസദൈവങ്ങളായി തീർന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശേഷതയെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതുമായ പദവിയെ കുറിച്ച് ചിന്തിക്കുവാൻ ദൈവയാക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് സകലത്തിന് ലാഭം, സകലത്തിന് കാരണപ്രദമായിരുന്നില്ലായിരുന്നു. എന്നാൽ ആ കർത്താവ് നമുക്ക് വേണ്ടി ആയിരിക്കുന്ന അനേക താഴ്ചകളും വേദനകളും അനേകതായുള്ള കർത്താവിൻ്റെ കഷ്ടങ്ങളെയും ഓർത്ത് നമുക്ക് കർത്താവിൻ്റെ സ്തോത്രം അർപ്പിക്കാം. നാം കൂടി നമുക്ക് വിഷയങ്ങളെക്കുറിച്ച് എല്ലാം വിശദമായ ഒരു പഠനം നടത്തുവാൻ ദൈവം ചെയ്തു. അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇന്ന് വൈകിട്ട് ഇവിടെ വെച്ച് തന്നെ നമ്മുടെ കൺവെൻഷൻ്റെ 1ാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് ശുശ്രൂഷ ആരംഭിക്കും. എല്ലാവരും കടന്നു വരണം. അതിന് മുമ്പായി കടന്നു വരുന്ന സഹോദരന്മാർ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കുവാനുള്ള സമയമുണ്ട്. ദൈവം അവിടുത്തെ നമ്മെ സഹായിക്കട്ടെ. എല്ലാം അനുഗ്രഹങ്ങൾ തീരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഇപ്പോൾ പ്രിയ സഹോദരൻ സിസി തോമസ് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കും. ചായ കുടിച്ചിട്ട് അത് കുടിച്ചിട്ട് എല്ലാവരും പോകാം. പ്രാർത്ഥന